Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്ക് സൂറത്ത് ഹൂദിലെ 89-90 സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويا قوم لا يجرمنكم شقاقي أن يصيبكم مثل ما أصاب قوم نوح أو قوم هود أو قوم صالح وما قوم لوط منكم ببعيد واستغفروا ربكم ثم توبوا إليه إن ربي رحيم ودود. വയാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ലാ യജ്രിമന്നക്കും, നിങ്ങളെ എത്തിക്കാതിരിക്കട്ടെ, ഷിഖാഖി, എന്നോടുള്ള ഭിന്നിപ്പ് അല്ലെങ്കിൽ വിരോധം, അൻ യുസീബക്കും, നിങ്ങളെ ബാധിക്കുക എന്നുള്ളതിൽ, മിസ്ലുമ അസ്വാബ ഖൗമി നൂഹിൻ, നൂഹ് അലൈഹിസ്സലാമയുടെ ജനതക്ക് ബാധിച്ചതുപോലെയുള്ളത് ബാധിക്കുന്നതിന് എന്നോടുള്ള വിരോധം നിങ്ങളെ എത്തിക്കാതിരിക്കട്ടെ. ഔ ഖൗമ ഹൂദിൻ, അല്ലെങ്കിൽ ഹൂദ് അലൈഹിസ്സലാമയുടെ ജനതക്കുണ്ടായത്. ഔ ഖൗമ സ്വാലിഹിൻ, അല്ലെങ്കിൽ സ്വാലിഹ് അലൈഹിസ്സലാമയുടെ ജനതക്ക് സംഭവിച്ചത്. വമാ ഖൗമു ലൂത്തിൻ, ലൂത്ത് അലൈഹിസ്സലാമയുടെ ജനത അല്ലല്ലോ, മിൻകും, നിങ്ങളിൽ നിന്ന്, ബി ബഈദ്, വളരെ ദൂരത്തൊന്നുമല്ലല്ലോ. വസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനത്തിന് തേടുക. സുമ്മ, പിന്നെ, തൂബൂ ഇലൈഹി, അവനോട് തൗബ ചെയ്യുക, അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ്, റഹീമുൻ, ഏറെ കരുണ ചെയ്യുന്നവനാണ്, വദൂദ്, സ്നേഹമുള്ളവനുമാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. വയാ ഖൗമി, ഖൗമി എന്നുള്ളതിൻ്റെ യാവിനെ കളഞ്ഞതാണ് ഉച്ചാരണത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. വയാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ലാ യജ്രിമന്നക്കും, നിങ്ങളെ എത്തിക്കാതിരിക്കട്ടെ, പ്രേരിപ്പിക്കാതിരിക്കട്ടെ, ഷിഖാഖി, എന്നോടുള്ള എതിർപ്പ്, അൻ യുസീബക്കും, നിങ്ങളെ ബാധിക്കുക എന്നുള്ളതിൽ, മിസ്ലു മാ അസ്വാബ ഖൗമ നൂഹിൻ, നൂഹ് അലൈഹിസ്സലാമയുടെ ജനതക്ക് ബാധിച്ചതുപോലെയുള്ളത്. ഔ ഖൗമ ഹൂദിൻ, അല്ലെങ്കിൽ ഹൂദ് അലൈഹിസ്സലാമയുടെ ജനത്തിന്. ഔ ഖൗമ സ്വാലിഹൻ, അല്ലെങ്കിൽ സ്വാലിഹ് അലൈഹിസ്സലാമയുടെ ജനത്തിന്. വമാ ഖൗമു ലൂത്തിൻ, ലൂത്ത് അലൈഹിസ്സലാമയുടെ ജനങ്ങളല്ലല്ലോ, മിൻകും, നിങ്ങളിൽ നിന്ന്, ബി ബഈദ്, വളരെ ദൂരത്തൊന്നുമല്ല. വസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനത്തിന് പ്രാർത്ഥിക്കണം. സുമ്മ തൂബു ഇലൈഹി, പിന്നെ നിങ്ങൾ അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി വരണം. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ നാഥൻ, റഹീമുൻ, ഏറെ കരുണ ചെയ്യുന്നവനാണ്, വദൂദുൻ, ഏറെ സ്നേഹമുള്ളവനുമാണ്. അർത്ഥം പറഞ്ഞാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ശുഐബ് നബി അലൈഹിസ്സലാമയുടെ ജനതയുടെ തിന്മ കാര്യമായിട്ട് സാമ്പത്തിക കുറ്റകൃത്യമാണ്. അദ്ദേഹം തൗഹീദ് അവരെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ ഭാഗമാണ് നാട്ടിലെ സാമ്പത്തിക ക്രമക്കേടുകൾ, സാമ്പത്തിക അന്യായങ്ങൾ, സാമ്പത്തിക കൊള്ളകളും കൊള്ളരുതായ്മകളും, കൃത്രിമങ്ങൾ, കച്ചവടത്തിലെ കൃത്രിമം, കള്ളത്തരം, എല്ലാ നാട്ടിലും എല്ലാ കാലത്തും ഉള്ളതാണ്. അത് നമ്മൾ നാൾ പറഞ്ഞിട്ടുള്ളത്. വളരെ അപകടകരമായ പ്രവണതയാണ് കള്ളത്തരം കാണിക്കുക എന്നുള്ളത്, കൃത്രിമം കാണിക്കുക. ആളുകൾക്ക് അവരുടെ സാധനം വിലക്കനുസരിച്ചുള്ള മൂല്യം അവർക്ക് കിട്ടാതിരിക്കുക, പണം കൊടുക്കുന്നതിനനുസരിച്ചുള്ള സാധനം അവർക്ക് ലഭിക്കാതിരിക്കുക, അതല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ ഗുണമേന്മ വർണ്ണിച്ചിട്ട് ആ ഗുണമേന്മ ഇല്ലാത്ത സാധനങ്ങൾ വിൽപ്പന നടത്തുക, അളവിൽ കുറക്കുക, തൂക്കത്തിൽ കുറക്കുക. ഇതൊക്കെ വളരെ
നിഷിദ്ധമായി ഖുർആൻ, ഇസ്ലാം, അള്ളാഹു വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ശുഐബ് നബി അലൈഹിസ്സലാം അവരെ ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അള്ളാഹു നിർദ്ദേശിച്ചത് പ്രകാരം തന്നെ നിങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തണമെന്നും. കാരണം എന്താ? അള്ളാഹുവിൻ്റെ സമ്പത്താണ്, അള്ളാഹുവിൻ്റെ റിസ്ഖാണ്. അത് അള്ളാഹു നിശ്ചയിച്ച നിയമപ്രകാരം അവന് തൃപ്തിപ്പെട്ട പ്രകാരമാണ് വിനിയോഗിക്കേണ്ടത്. അതിന് നൽകേണ്ട സക്കാത്ത് നൽകണം, നൽകേണ്ട സ്വതക്ക നൽകണം, പരിഗണിക്കേണ്ടവരെ പരിഗണിക്കണം. ഇങ്ങനെ സാമ്പത്തികമായി അന്യായങ്ങൾ ഉണ്ടാവരുത്, അക്രമങ്ങൾ ഉണ്ടാവരുത് എന്ന് അവരെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ അവരെന്താണ് ചെയ്തത്? നീ നിസ്കരിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ അപ്പം ഇങ്ങനെയൊക്കെ പറയണില്ല. ഈ വലിയൊരു ശുദ്ധൻ, നമ്മൾ 87-ാമത്തെ ആയത്തിൽ പറഞ്ഞില്ല, നീ നിസ്കരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ മുതൽ അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ചിലവാക്കും, അതിന് നീ തടയുന്നത് എന്താ? നീ നിസ്കരിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പരിഹസിക്കുകയാണ് അവർ ചെയ്തത്. അപ്പോൾ അവസാനം ശുഐബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ ലാ യജ്രിമന്നക്കും. ഇത് നമ്മൾ സൂറത്ത് മാഇദയിലും സൂറത്ത് നിസായിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഏത്? ലാ യജ്രിമന്നക്കും എന്നുള്ള വാക്ക് സൂറത്ത് നിസായിലല്ല, സൂറത്ത് മാഇദയിൽ തന്നെ 2 സ്ഥലത്ത്. ലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. 4ലും 8ലും പറഞ്ഞിട്ടുണ്ട് സൂറത്ത് മാഇദയിൽ. യജ്രിമന്നക്കും ഇവിടെ പ്രേരിപ്പിക്കുക എന്നർത്ഥം. ഇവിടെ പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആശയക്കുഴപ്പം വരുമെന്ന് വിചാരിച്ചാണ് നിങ്ങളെ എത്തിക്കല്ല. ജുർമ് എന്നുള്ളതിനുണ്ടായതാണ് യജിരിമു, ജറമ യജിരിമു, അങ്ങനെ ഒരു വാക്കുണ്ട്. ജരീമത്ത് പറഞ്ഞ കുറ്റകൃത്യം വേറെയുണ്ട്. ഇവിടെ പ്രേരണ അല്ലെങ്കിൽ എത്തിക്കുക എന്നൊക്കെയാണ്. ലാ യജിരിമന്ന, ഒരിക്കലും നിങ്ങളെ എത്തിക്കരുത്, അല്ലെങ്കിൽ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കണം. ഷിഖാഖി, എന്നോടുള്ള ഭിന്നിപ്പ്. ശക്കാർണ പിളർന്നു എന്ന, എന്നോടുള്ള പിളർപ്പ്, അതിനാണ് ഭിന്നിപ്പ്, വിരോധം, എതിർപ്പ് എന്നൊക്കെ അർത്ഥം പറയുന്നത്. വിഘടനം. ഇത് നിങ്ങളെ എത്തിക്കാതിരിക്കട്ടെ എന്തിലേക്ക്? യുസീബക്കും, നിങ്ങളെ ബാധിക്കുന്നതിലേക്ക്. അസ്വാബ യുസീബു, മുസീബത്ത് ബാധിക്കുക. നമ്മൾ പറയില്ലേ, അസ്വാബനെ ബാധിക്കുക എന്ന് തന്നെ. നമ്മൾ മുസീബത്ത് പിടിപെടുക എന്നുള്ളതിനാണ് പറയുക. യുസീബക്കും, നിങ്ങളെ ബാധിക്കുന്നതിലേക്ക് എത്തിക്കാതിരിക്കട്ടെ. മിസ്ലുമാ അസ്വാബ ഖൗമ നൂഹിൻ, നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനതക്ക് ബാധിച്ചതുപോലെയുള്ളത്. എന്താണ് മിസ്ലുമാ അസ്വാബ ഖൗമ നൂഹിൻ? നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനതക്ക് എന്താ സംഭവിച്ചത്. ഔ ഖൗമ ഹൂദിൻ, അല്ലെങ്കിൽ ഹൂദ് നബി അലൈഹിസ്സലാമയുടെ ജനത. ഹൂദ് നബി അലൈഹിസ്സലാമയുടെ ജനതയായിരുന്നല്ലോ ആദ്. അവർക്കാണ് ആ കൊടുങ്കാറ്റും അതിഭീകരമായ കാറ്റും തണുപ്പൊക്കെ ഉണ്ടായത്. 7 രാത്രിയും 8 പകലും. പിന്നെ ഖൗമു സാലിഹ് നബി അലൈഹി സ്വലാമയുടെ അവർ നശിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഒരു സ്ഫോടനം. ആ ഒട്ടകത്തിൻ്റെ ജനതയാണ് അവർ, അല്ലേ? അവർ സമൂത് ഗോത്രം. അവർ ഒരു ഭയാനകമായ ഒരു സ്ഫോടനം അല്ലെങ്കിൽ ഒരു ഗർജനം, അങ്ങനെയാണ് അവർ മുഴുവനും നശിപ്പിക്കപ്പെട്ടത്. പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഖൗമു ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ ജനത ഈ പറഞ്ഞ കൂട്ടത്തിൽ അവസാനം കഴിഞ്ഞു പോയതാണ്. മിൻകും, നിങ്ങളിൽ നിന്ന് ബിബഈദ്, അധിക ദൂരമൊന്നുമല്ലല്ലോ, 700-800 കൊല്ലം. അത് മാത്രമല്ല ഇവർ യാത്ര പോകുന്ന സ്ഥലങ്ങളിൽ ഇതൊക്കെ കാണുന്നുണ്ട്. അതാണ് വമാ ഖൗമു ലൂത്തിൻ മിൻകും, ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനത അല്ലല്ലോ, മിൻകും, നിങ്ങളിൽ നിന്ന് ബിബഈദ്, ഒരുപാട് ദൂരമൊന്നുമല്ല, അത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്നതാണ്. അതുമാത്രമല്ല അദ്ദേഹം നിങ്ങളായിട്ടുള്ള കാലഘട്ടം ഒരു 7-8 നൂറ്റാണ്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ചരിത്രങ്ങൾ നിങ്ങൾക്ക് വായ്മൊഴിയായി കിട്ടിയിട്ടുണ്ടാകും. അതാണ് അവരെ ഉണർത്തുന്നത്. പിന്നെ നമ്മളോടും പറയണത് തന്നെയാണ് ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ഗൗരവം. എന്തിനാമിനല്ലാതെ പോലെ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. അവർ നശിപ്പിക്കപ്പെടാനുള്ള കാരണം തൗഹീദിൽ നിന്നുള്ള അവരുടെ വിഘടനവും ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും. അപ്പം നമ്മളോട് പറഞ്ഞു തരുന്നത് എന്തിനാണ്? അങ്ങനെ തൗഹീദിൽ നിന്നുള്ള വ്യതിചലനവും സാമ്പത്തികമായ അരാജകത്വവും സംഭവിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. അതിനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളോട് പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പം വസ്തഗ്ഫിറൂ റബ്ബക്കും, അതുകൊണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റബ്ബിനോട് പാപമോചനത്തിന് സംഭവിച്ചു പോയത് അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു തആല പുറത്തു വരും. അത് മാത്രം മതിയാവില്ല. ചിലപ്പോൾ എന്ത് വേണ്ടിവരും? പിന്നെ തൂബൂ ഇലൈഹി, ആദ്യം നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഈ ഖേദമാണ്, സംഭവിച്ചു പോയത് ഖേദമാണ്. അള്ളാഹിനോട് പാപമോചനത്തിന് നേടുക. പക്ഷേ എല്ലാ കുറ്റകൃത്യങ്ങളും ഇസ്തിഗ്ഫാർ കൊണ്ട് അള്ളാഹ് പുറത്തു വരും. ചെറുതൊക്കെ അള്ളാഹ് പുറത്തു വരും. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ അർഹംനി എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു തആല കുറേ കുറ്റങ്ങൾ പൊറുക്കും. കുറേ നമ്മൾ നന്മകൾ നിസ്കരിക്കുമ്പോൾ കുറേ കുറ്റങ്ങൾ അങ്ങനെയും പൊറുക്കും.
ഒളുണ്ടാക്കുമ്പോൾ അങ്ങനെ കുറ്റങ്ങൾ കുറേ പൊറുക്കും. നന്മ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ പുറമെ എന്ത് വേണ്ടി വരും? ചിലതൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് കരഞ്ഞ് അവനോട് മാപ്പ് അപേക്ഷിക്കേണ്ടി വരും. അതാ സുമ്മ തൂബൂലേ, തൗബ ചെയ്യേണ്ടി വരും. തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പശ്ചാത്തപിക്കുകയാണ്, ഖേദം പ്രകടിപ്പിക്കുക. ഇനി അതിലേക്ക് മടങ്ങൂല, പറ്റിയത് സമ്മതിക്കുക. അതങ്ങോട്ട് സമ്മതിച്ചിട്ട് കരയുക അള്ളാഹിൻ്റെ മുമ്പിൽ പറയുക. പിന്നെ ആ പാപത്തിലേക്ക് മടങ്ങാതിരിക്കുക. അതിനാണ് തൗബ എന്ന് പറഞ്ഞത്. ഇസ്തിഗ്ഫാറും തൗബയും തമ്മിലുള്ള വ്യത്യാസം. ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ ചെറിയ കുറ്റങ്ങൾക്ക്, തെറ്റുകൾക്ക് ഒക്കെ നമ്മൾ അബദ്ധത്തിൽ പറ്റിപ്പോയ നിരന്തരമല്ലാത്ത തെറ്റുകളുണ്ടാവും, അതിന് ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി. പക്ഷേ തൗബ ചെറിയ തെറ്റുകൾ തന്നെ നിരന്തരം ചെയ്യുകയാണെങ്കിൽ തൗബ ചെയ്യേണ്ടി വരും. നിരന്തരം അത് നിസ്സാരാന്ന് വിചാരിച്ചു കാണും. അപ്പോൾ അത് വൻദോഷത്തിൻ്റെ വൻകുറ്റത്തിലേക്കാണ് മാറും. അത് അപകടമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ സുമ്മ തൂബു ഇലൈഹി, പിന്നെ നിങ്ങൾ അവനോട് പശ്ചാത്തപിക്കണം. ഇന്ന റബ്ബി, അങ്ങനെ നിങ്ങൾ പശ്ചാത്തപിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുകയും അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയുമാണെങ്കിൽ റഹീം, ഇന്ന റബ്ബി റഹീം, എൻ്റെ റബ്ബ് വളരെ കരുണ ചെയ്യുന്നവനാണ്. റഹീമാണ്. റഹ്മാനും റഹീമും നമുക്കറിയുന്നവനാണല്ലോ. വദൂദ സ്നേഹമുള്ളവനാണ്. അത് പലപ്പോഴും നമ്മളങ്ങനെ മറക്കുകയാണ്. അള്ളാഹുവിനെ നമ്മളോട് ശിക്ഷിക്കാൻ മാത്രമുള്ള ഒരു ആൾ അങ്ങനെയല്ല. അള്ളാഹു വദൂദും കൂടിയാണ്. വദൂദ് ഏറെ വുദ്ദാണ്, മവദ്ദത്താണ്. വുദ് എന്ന സ്നേഹം, മവദ്ദത്ത് പറഞ്ഞാലും സ്നേഹം, വദൂദ് പറഞ്ഞാലോ ഏറെ സ്നേഹമുള്ളവൻ. അള്ളാഹ് എന്നെ നീ സ്നേഹിക്കണേ, നീ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും പെടുത്തണേ, ചേർക്കണേ എന്നൊക്കെ നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. അല്ല നമ്മളെ ശിക്ഷിക്കാൻ ആൾ അല്ല, അല്ല നമ്മളെ രക്ഷിക്കാനാണ്. അതിനതൊക്കെ പറഞ്ഞു തരണേ. എന്നിട്ട് ഇതൊന്നും പറഞ്ഞിട്ട് അംഗീകരിക്കാതെ പോയാൽ ഒടുത്ത കള്ളിക്ക് അള്ളാഹ് ശിക്ഷിക്കുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിന് അഹങ്കാരത്തോടു കൂടി വിസമ്മതിച്ചാലേ അവസാനം അള്ളാഹ് ശിക്ഷിക്കുള്ളൂ. അല്ലാത്തതിനൊക്കെ അള്ളാഹ് മാപ്പ് തരും. അപ്പോൾ അള്ളാഹ് നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്നവനാണെന്ന് കൂടി കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ സ്നേഹത്തെ നമ്മൾ എപ്പോഴും ചോദിക്കണം. നമ്മൾ പഴയ ആൾക്കാരൊക്കെ പറയും, മൗദ പറയില്ലേ, മൗദ. ഒരു മൗദല്ല നമ്മളെ ഉമ്മാരൊക്കെ പറയില്ലേനോ? എന്താണ് ഈ മൗദ? മവദ്ദയാണത്. പണ്ടൊക്കെ നമ്മളെ ഉമ്മാരൊക്കെ അവർക്കൊരു മൗദല്ല, ഒരു മൗദല്ലാത്ത ചെയ്യൽ അറിയാലോ. അതൊക്കെ നമ്മുടെ നാട്ടിലൊരു പ്രയോഗമായിരുന്നു. എന്താ ഈ മൗദ പറഞ്ഞാൽ? അവർക്ക് നമ്മളൊരു പരിഗണനയില്ല, നമ്മളോട് സ്നേഹമില്ലാത്ത ഒരു അവഗണനയാണ്. അതാണ് മൗദ. മവദ്ദ എന്നുള്ള വാക്കാണ്. അപ്പോൾ അത് ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ നാഥൻ റഹീമുൻ വദൂദ്, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽപ്പെട്ടതാണ് വദൂദ്. യാ വദൂദ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. യാ റഹ്മാൻ യാ റഹീം എന്നൊക്കെ പറഞ്ഞ മാതിരി തന്നെ യാ റഹീമു യാ വദൂദ്, യാ വദൂദ്. അള്ളാഹു താല നമ്മെ സ്നേഹിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒന്നുകൂടെ അർത്ഥം ഞാൻ അവസാനിപ്പിക്കാം. വയാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ലാ യജ്രിമന്നക്കും, നിങ്ങളെ എത്തിക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ, ശിഖാഖി, എന്നോടുള്ള ഭിന്നിപ്പ് അല്ലെങ്കിൽ എന്നോടുള്ള അകൽച്ച, എന്നോടുള്ള വിഘടനം, എന്നോടുള്ള വിരോധം എന്നൊക്കെ അതിനർത്ഥം പറയാം. യുസീബക്കും, നിങ്ങളെ ബാധിക്കുന്നതിലേക്ക് എത്തിക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ ബാധിക്കുന്നതിൽ എത്തിക്കാതിരിക്കട്ടെ. മിസ്ലുമാ അസ്വാബ ഖൗമ നൂഹിൻ, നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനതക്ക് ബാധിച്ചത്, അഥവാ വെള്ളപ്പൊക്കം പോലെയുള്ള കടുത്ത ശിക്ഷ. ഔ ഖൗമ ഹൂദിൻ, അല്ലെങ്കിൽ ഹൂദ് നബി അലൈഹിസ്സലാമയുടെ ജനതക്ക് ബാധിച്ചതുപോലെയുള്ള കടുത്ത മഴയും കാറ്റും തണുപ്പും. ഔ ഖൗമ സ്വാലിഹിൻ, അല്ലെങ്കിൽ സ്വാലിഹ് നബി അലൈഹിസ്സലാമയുടെ ജനതക്ക് ബാധിച്ചതുപോലെയുള്ള അതികഠിനമായ ഘോരമായ ശബ്ദം, ഗർജനം അല്ലെങ്കിൽ ഇടിനാദം. വമാ ഖൗമു ലൂത്തിൻ മിൻകും ബിബഈദ്, ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനത ഭൂമിയിൽ കീഴ്മേൽ മറിക്കപ്പെട്ടത് അതുപോലെയുള്ളത്. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനത നിങ്ങളിൽ നിന്ന് ഏറെ വിദൂരത്തൊന്നുമല്ലല്ലോ. വസ്തഗ്ഫിറു, ബഈദ് ബുഇദ് അകലം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. വസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടണം, പാപമോചനത്തിന് തേടണം. സുമ്മ തൂബു ഇലൈഹി, പിന്നെ അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും വേണം. ഇന്ന റബ്ബി റഹീമും വദൂദ്, തീർച്ചയായും എൻ്റെ റബ്ബ് ഏറെ കരുണയുള്ളവനും സ്നേഹമുള്ളവനുമാകുന്നു. അള്ളാഹ്
നീ കരുണ ചെയ്യുന്നവരിൽ, നീ കരുണ കാണിക്കുന്നവരിൽ, നീ സ്നേഹിക്കുന്നവരിൽ, നിൻ്റെ സ്നേഹം ചൊരിയുന്നവരിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ രക്ഷിതാവേ. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ മരുമക്കളെയും ഞങ്ങളുടെ പേരക്കുട്ടികളെയും ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തിട്ടുള്ളവരെയും ഞങ്ങളുടെ രക്തബന്ധുക്കളെയും കുടുംബങ്ങളെയും ഒക്കെ നീ സ്നേഹിക്കുന്ന, നീ കരുണ ചെയ്യുന്നവരിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാകണേ രക്ഷിതാവേ. നിൻ്റെ കാരുണ്യം കൊണ്ട്, നിൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ കുറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പ് നൽകണേ. യാ ഗഫാർ, യാ ഗഫൂർ, യാ ഗാഫിറൽ ദുനൂബ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ وترحمنا لنكونن من الخاسرين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.